ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ മാരിബോർ ഞങ്ങൾ ഓണാഘോഷം നടത്തുകയാണ്. ഞങ്ങളൊക്കെ ഒരു ഡൗട്ടായിരുന്നു ആഘോഷം നടക്കുമോ ഇല്ലയോന്നും. അറ്റ് ലാസ്റ്റ് നമുക്കൊരു വെന്യൂ കിട്ടി. ഞങ്ങൾ ഫുള്ള് ഇങ്ങനെ അടിച്ചു പൊളിക്കാൻ പോവാം. അപ്പോൾ ഞാൻ ബാക്കിയൊക്കെ കാണിച്ചു തരാം. ഓൾറെഡി ഞങ്ങളുടെ ഈ കോസ്റ്റ്യൂമൊക്കെ കണ്ടി ഇവിടെ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആണ്. ആദ്യമായിട്ട് സ്ലോവേനിയയിൽ ഞങ്ങൾ നടത്തുന്ന ഒരു പരിപാടിയാണ്. ഇവിടെ നല്ല കാറ്റും മഴയൊക്കെയാണ്. പക്ഷെ ഇപ്പം മഴയൊക്കെ മാറി ഇപ്പോഴും. പക്ഷെ നല്ല കാറ്റുണ്ട്, പിന്നെ നല്ല തണുപ്പുണ്ട്. സോ നമ്മൾ ആഘോഷിക്കാൻ പോവാണ് ഗൈസ്. ഞങ്ങൾ അവസാന ടൈമിൽ കോസ്റ്റ്യൂം മാറിയതാണ് കേട്ടോ. ഞാൻ ഓൾറെഡി സ്കേർട്ടും ബ്ലൗസ് ഇടാനിരുന്നത്. അപ്പം ഇവക്ക് സാരി ഉടുക്കാൻ ഇഷ്ടമില്ല, ഇതിനകത്ത് സാരി ഉടുത്ത് നടക്കാറില്ല. അപ്പോൾ എനിക്ക് സാരി ഉടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ സാരി ആക്കിയതാണ്. സോ ഇത് കണ്ടില്ല, നമ്മൾ റെയിൽവേ ക്രോസിൻ്റെ അവിടെ കൂടെ ഒക്കെയാണ് പോകുന്നത്. എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം. സോ ഞങ്ങൾ ഓടുകയാണ്, നടക്കുകയാണ്, അങ്ങനെയൊക്കെയാണ് പോകുന്നത്. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഗൈസ്. ഇതാണ് നമ്മുടെ മാരിബോർ റെയിൽവേ സ്റ്റേഷൻ. സോ ഇവിടെ കുറച്ച് ആൾക്കാർ ഇരിപ്പുണ്ട്. അവരുടെ റിയാക്ഷൻസ് കാണാം. ഓക്കെ ഗൈസ്, ചിപ്പി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എന്താ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ ആദ്യം എത്തിയിട്ടുണ്ടായിരുന്നു. കുറച്ച് പേർക്ക് ജോലിയുണ്ട്, അവർ ജോലി കഴിഞ്ഞ് വരണം. സോ നമ്മൾ ആ ഒരു ടൈമിലാണ് നമുക്ക് നടത്താൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് എക്കണോമിക്സ് ഫാക്കൽറ്റിക്കാരാണ് ഈ ഹോള് നമുക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പം 4 മണി വരെയാണ് നമുക്ക് സമയമുള്ളത്. അതിനുള്ളിൽ നമുക്ക് ഫുഡും പ്രോഗ്രാമും ഒക്കെ സെറ്റ് ചെയ്യണം. ജോലിക്ക് പോയിട്ട് വരുന്നവരൊക്കെ ഉണ്ട്. സോ അവരെയൊക്കെ വെയിറ്റിംഗ് ആണ്. ഞങ്ങളൊരു ഭാഗത്ത് എല്ലാ അറേഞ്ച്മെൻറ്റ്സും നടത്തുന്നുണ്ട്. കുറച്ച് പേര് ഫുഡിൻ്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഫുഡൊക്കെ നമുക്ക് ഹോട്ട് പോട്ട് സിസ്റ്റം ആയിരുന്നു. എല്ലാവരുടെയും വീട്ടിൽ നിന്ന് ഓരോ ഡിഷായിരുന്നു. പിന്നെ കുറച്ച് പേര് അവിടെ അത്തപ്പൂക്കൾ ഇടുന്നുണ്ടായിരുന്നു. ഹോളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു. നമ്മുടെ വൈസ് ഡീനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അലീനേച്ചി ഇൻട്രൊഡക്ഷൻ പറഞ്ഞു തുടങ്ങി. And I welcome each and every one of you to this program. So I hope this is going to be a very memorable day for us. അതിനുശേഷം നമ്മൾ ഓണത്തെപ്പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ എക്കണോമിക്സ് ഫാക്കൽറ്റിയുടെ വൈസ് ഡീൻ ആയിരുന്നു. അദ്ദേഹം നമ്മുടെ ഈ പ്രോഗ്രാമിനെ പറ്റിയും നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്തതിനെ പറ്റിയും ഒക്കെ ഭയങ്കര പ്രൗഡായിട്ടാണ് സ്പീച്ച് നടത്തിയിട്ടുണ്ടായിരുന്നത്. അത്തപ്പൂക്കളത്തെ പറ്റിയും നമ്മുടെ ഡ്രസ്സിങ്ങിനെ പറ്റിയും ഒക്കെ അദ്ദേഹം അഭിപ്രായം പറഞ്ഞു. ഭയങ്കര ഹാപ്പിയാണെന്ന് പറഞ്ഞു. പിന്നെ ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു. അദ്ദേഹവും നല്ല ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. ഭയങ്കര പ്രൗഡാണെന്നൊക്കെയാണ് പറഞ്ഞത്. അതിനുശേഷം നമ്മുടെ പിള്ളേരുടെ ഒരു സോങ് ഉണ്ടായിരുന്നു. ഞങ്ങളത് ഗ്രൂപ്പ് സോങ് ആയിട്ട് തന്നെയാണത് പാടിയത്. അതിനുശേഷം റയാൻ്റെ വക ഒരു മാഷപ്പ് സോങ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങളുടെ വക ഒരു തിരുവാതിര ഉണ്ടായിരുന്നു. ഒരു ഒറ്റ രാത്രി കൊണ്ട് പ്രാക്ടീസ് ചെയ്തെടുത്തൊരു തിരുവാതിരയാണ്. പക്ഷെ ഞങ്ങൾ നന്നായിട്ട് കളിച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ ഒരു ഇത്. അതിനുശേഷം നമ്മൾ സദ്യക്കുള്ള ഒരുക്കങ്ങളാണ്.
അവിടെ എല്ലാം സെറ്റായിട്ടുണ്ട്. എല്ലാ കറികളും ഇവിടെ സെറ്റാണ്. നമുക്ക് അത്യാവശ്യം എല്ലാ ഡിഷസും ഉണ്ടായിരുന്നു. കറിയൊക്കെ ഒരുപാട് അധികമായിരുന്നു. നമുക്ക് സാമ്പാറും രസവും പുളിശ്ശേരിയും അവിയലും ഒക്കെ ഉണ്ടായിരുന്നു. പായസമൊക്കെ 2 ടൈപ്പ് പായസം ഉണ്ടായിരുന്നു. അരിപ്പായസം ഉണ്ടായിരുന്നു, സേമിയ പായസം ഉണ്ടായിരുന്നു. ഇങ്ങനെ നമ്മൾ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഫുഡ് കഴിക്കാനുള്ള. നമ്മുടെ വൈസ് ഡീനും പ്രൊഫസർക്കും നമ്മൾ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ കണ്ടില്ലേ, ഫോർക്ക് വെച്ചിട്ടാണ് കഴിക്കണത്. സൈഡിൽ അരവിന്ദ് എന്നവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. സോ ഇവിടെ എല്ലാവരും ഇരുന്ന് കഴിഞ്ഞു. നമ്മൾ ഇലയിട്ട് തറയിലിരുന്നാണ് കഴിച്ചത്. അത് കണ്ടിട്ട് വൈസ് ഡീൻ വന്നിട്ട് നമുക്ക് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പുള്ളി കഴിക്കും, ഓടി വന്ന് വീഡിയോ എടുക്കും, അങ്ങനെയായിരുന്നു. അവർ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവരിതൊക്കെ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. സോ അവിടെ ഒരുക്കങ്ങൾ. പിന്നെ ഞങ്ങളുടെ ഒരു കൊളീഗ് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഷോപ്പിൽ നിന്ന്. അലീനേച്ചി പത്രീസയ്ക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു ഇത് എന്തൊക്കെയാണ് കറി. പക്ഷേ പത്രീസ കൈകൊണ്ട് തന്നെ കഴിച്ചത്. അവർക്ക് എല്ലാ ഫുഡും ഇഷ്ടമായി. പായസം വരെ വീട്ടിൽ കൊണ്ടുപോയി കേട്ടോ. അവർക്ക് എല്ലാ ഫുഡും ഇഷ്ടമായി. എല്ലാ ഫുഡിനെ പറ്റിയും പറയുന്നുണ്ടായിരുന്നു. എല്ലാവരും നല്ല വൈബിലായിരുന്നു. പിള്ളേരൊക്കെ നല്ല ഹാപ്പി ആയിരുന്നു. നമ്മൾ വന്നിട്ട് ആദ്യമായിട്ട് ആഘോഷിക്കുന്നതാണല്ലോ ഈ ഒരു പ്രോഗ്രാം. സോ എല്ലാവരും നല്ല വൈബിലായിരുന്നു. അപ്പോൾ നമ്മുടെ ഫുഡ് റെഡിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു ഗൈസ്. നമുക്ക് ഗെയിംസ് ഒന്നും വെക്കാൻ പറ്റില്ല, കാരണം നമുക്ക് ഹോള് 4 മണി വരെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ നമുക്ക് കുറച്ച് ഡിലേ ആയി സ്റ്റാർട്ട് ചെയ്യാൻ. സോ നമുക്ക് ഗെയിംസ് ഒന്നും വെക്കാൻ പറ്റിയില്ല. സോ നമ്മുടെ പ്രോഗ്രാമൊക്കെ നല്ല സൂപ്പറായിരുന്നു. ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. പ്രതീക്ഷ പോലെയൊക്കെ ആയി. നല്ല രസമായിരുന്നു. അപ്പം എല്ലാവർക്കും ഒരു ഹാപ്പി ആണ് അത് ആശംസിക്കുന്നു. ബൈ ബൈ.